ഞങ്ങൾ 3 മണിയായപ്പോൾ ഇന്ന് കുടുംബശ്രീയുടെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുടുംബശ്രീയിൽ കൂടുമ്പോൾ ഇങ്ങനെ പല പച്ചമരുന്നുകളും ഞങ്ങളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. എല്ലാവർക്കും കുടുംബശ്രീയിൽ പച്ചമരുന്ന്, ലേഹ്യം, മുറുവെണ്ണ അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യും. അപ്പോൾ ഇത് 2-3 ഒരു എല്ലാവർക്കും ഉപകാരപ്രദമായ ഓരോ കൂട്ടാണിത്. അതായത് ഒരഗുളിക എന്ന് പറയും. ഒരഗുളികയ്ക്ക് കൂട്ട് ഒരു 12 കൂട്ടം മരുന്നുണ്ട്. ഈ 12 കൂട്ടം മരുന്നും പിന്നെ അതിന് 4 കൂട്ടം പച്ചമരുന്നിൻ്റെ നീരും കൂടെ ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ചു ഇങ്ങനെ മിക്സാക്കി നല്ല ശരിക്കും തീർച്ചു. അതായത് എന്തൊക്കെയാ മരുന്നുകൾ പറയും? കൊടകൻ്റെ ഇല, കയ്യുണ്യം, പനിക്കൂർക്കില, പൂവാങ്കുറുന്നല, ഇതെല്ലാം കൂടെ കൂടിയിട്ട് അരച്ച് അതിൻ്റെ നീരാണ് ഇതിനകത്തിട്ട് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരാണ് ഇതിനകത്തിട്ട് ഇങ്ങനെ അങ്ങാടി മരുന്നുകൾ 12 കൂട്ടമുണ്ട് കേട്ടോ. ചുക്ക്, തിപ്പ്, കുരുമുളക്, തിപ്പലി, അയ്മോദം, പാൽക്കായ, ഇന്ദുപ്പ്, വയമ്പ്, കടുകുരോണി, മായാക്ക്, ജാതിക്ക, മഞ്ഞൾ, കുരുമുളക് ഇതെല്ലാം ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വെളുത്തുള്ളി അരച്ച് ചേർക്കണം. മഞ്ഞൾപ്പൊടി ഉണ്ട്, പാൽക്കായ ഉണ്ട്. ഇതെല്ലാം കൂടെ അരച്ച് പൊടിച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് ശരിക്കും മിക്സ് ആക്കിയിട്ട് ഇതെന്നാ ചെയ്യണമെന്ന് അറിയാം. ഒരു 7 ആവർത്തി നമ്മൾ അരകല്ലിൽ അരയ്ക്കണം. വെള്ളമൊക്കെ ഒഴിച്ചു അതിൻ്റെയൊക്കെ നീരാണ് ഈ ഒഴിക്കുന്നത്. കണ്ടോ, നീരിങ്ങനെ ഒഴിച്ച് ഒരു 7 ആവർത്തി നമ്മൾ അരകല്ലിൽ അരയ്ക്കണം. അരച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ശരിക്കും ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ചെറിയ ഉണ്ടകളാക്കും കേട്ടോ. ഒരു 7 ആവർത്തി അരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നൈസ് ഉണ്ടകൾ കിട്ടും. ആ ഉണ്ട നമ്മളിങ്ങനെ എടുത്ത് ഓരോ കുഞ്ഞ് ഇങ്ങനെ ഒരു കാപ്പിക്കുരുവിൻ്റെ പരുവത്തിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ പാത്രത്തിൽ വെച്ചിട്ട് തണലത്ത് ഉണങ്ങണം. അതായത് വെയിലത്ത് ഉണങ്ങരുത്. തണലത്ത് ഉണങ്ങിയാലാണ് അതിൻ്റെ ഗുണം. പിന്നെ വെയിൽ അങ്ങനെ വെയിൽ തണുപ്പാണെങ്കിൽ നമുക്ക് തുണി അതിൻ്റെ പുറത്തിട്ടിട്ട് നമുക്ക് വെയിലത്ത് വെച്ച് കുറച്ച് നേരമൊക്കെ ഉണങ്ങാണെങ്കിലും ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് ഒരു കുപ്പിക്കകത്തിട്ട് അടച്ച് ഭദ്രമായിട്ട് കാറ്റ് കെടാതെ ഇതിൻ്റെ ഗുണമാണ്. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചെറിയ മക്കളുള്ള വീടുകളിൽ അവർക്ക് ചെറിയ മക്കളുള്ളിടത്ത് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും ഇത്. കാരണം അവർക്ക് വേറെ മരുന്നൊന്നും കൊടുക്കണ്ട. സാധാരണ നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ വേറെ മരുന്ന് കൊടുക്കലുള്ളതല്ലേ. ഇത് കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഇത് നമുക്ക് വലിയവർക്കാണേലും ഒരു വയറുവേദനയോ നമുക്കൊരു ഗ്യാസിൻ്റെ അസുഖങ്ങളോ ഗ്യാസ് വന്നിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ വയറൊക്കെ ഇങ്ങനെ ഗ്യാസ് കയറി നിറയില്ലേ. അപ്പം ഇത് കൂട്ട് നല്ല ഒരെണ്ണം തിന്ന് നല്ല ചൂടുവെള്ളം എന്തെങ്കിലും കുടിച്ചാൽ അതുപോലെ തന്നെ ചോര എന്തെങ്കിലും ഒഴിച്ചലിന് കഫം ഒഴിച്ചലിനൊക്കെ ഇത് ഒരു ഗുളിക എടുത്തിട്ട് നമ്മൾ വായിലിട്ടിട്ട് ഒരിച്ചിരി കഫം ഒഴിച്ചൽ ഛർദിക്കുകയാണെങ്കിൽ ഇഞ്ചി നീറ്റിൽ കഴിക്കുക. മറ്റേ പനിക്കൊക്കെ ആണെങ്കിൽ ജീരകവെള്ളത്തിൽ കഴിക്കുക. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ ഒന്നും പറ്റില്ലെങ്കിൽ ചൂടുവെള്ളം വായിലിട്ട് ചൂടുവെള്ളം കഴിച്ചാൽ ഏറ്റവും നല്ലതാണ്. അൾസറിന് ഏറ്റവും ബെസ്റ്റാണ്. അൾസർ തുടങ്ങുന്ന അവസരത്തിലൊക്കെ ആണെങ്കിൽ അൾസറിനൊക്കെ പനിക്കും ഇത് ഏറ്റവും ബെറ്റർ മരുന്നാണ്. കാരണം ഇത് കഴിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ ജീരകവെള്ളത്തിൽ നമ്മൾ ഒരെണ്ണം ചാലിച്ചിട്ട് നമ്മൾ ആ വെള്ളം കുടിച്ചാൽ ഏറ്റവും ബെസ്റ്റ് മരുന്നാണിത്. ഇതൊക്കെ നമ്മുടെ ഗ്രാമങ്ങളിൽ നമ്മുടെ വീടുകളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ മരുന്നാണ്. പക്ഷെ ഒരുപാട് കഷ്ടപ്പാടാണ് ഇതിന്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും നല്ല മനസ്സോടുകൂടി എല്ലാവരും ഒത്തൊരുമയോടുകൂടി ചെയ്താൽ മാത്രമേ ഇത് ഞങ്ങൾ കുടുംബശ്രീയിൽ ഇതിങ്ങനെ എല്ലാവരും നല്ല ചെയ്യാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നല്ല സന്മനസ്സുള്ള എല്ലാ പെണ്ണുങ്ങളാണ് ഞങ്ങൾ. അപ്പം ഞങ്ങളെല്ലാം അംഗങ്ങൾ ചേർന്നിട്ട് ഇത് ഞങ്ങളുടെ ഇതെല്ലാം അറിയാവുന്ന ഒരു ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഇതിന് നല്ല പൈസ ചിലവൊക്കെ വരും. എന്നാലും ഞങ്ങളെല്ലാവരും കൂടി അത് ഒക്കെ വീതം വെച്ചെടുത്ത് മരുന്നെല്ലാം വാങ്ങി കറക്റ്റായിട്ട് ഇതെല്ലാം കണ്ടു പഠിച്ചിട്ട് നിങ്ങളെല്ലാവരും ചെയ്യാൻ പറ്റുന്നവർ ചെയ്താൽ ഏറ്റവും നല്ല മരുന്നാണ്. നമ്മുടെ വീടുകളിൽ അത്യാവശ്യമുള്ള കാര്യമാണിത്. വായുവിനും ഗ്യാസിനും വയറുവേദനയ്ക്ക്, വിരയ്ക്ക്, പനിക്ക്, ഛർദിക്ക് ഇതിനെല്ലാത്തിനും പറ്റിയ മരുന്നാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പിന്നെ ഇനി ഞങ്ങൾ കുടുംബശ്രീയുടെ എല്ലാ പച്ചമരുന്നുകൾ വേറെ ഉണ്ടാക്കുന്നുണ്ട്. ഒരഗുളിക പോരാത്തതിന് കലേയും ഉണ്ടാക്കുന്നുണ്ട്, മുറുവെണ്ണ ഉണ്ടാക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ അതിലേക്ക് കിടക്കുന്നതാണ്. എന്നാൽ ഓക്കെ, ശരി. ഇനി അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഓക്കെ.